സിഡ്നി ദേവാലയത്തിൽ ആരാധനക്കിടെ ബിഷപ്പിനു നേരെ കത്തിയാക്രമണം. സിഡ്നിയിൽ ആരാധനക്കിടെ ബിഷപ്പിനു നേരെ കത്തിയാക്രമണം. അസീറിയൻ ഓർത്തഡോക്സ് സഭാ ബിഷപ്പ് മാരുമാരി ഇമ്മാനുവേലിനാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. ലോക പ്രശസ്ത പ്രസംഗകനാണ് മാരുമാരി ഇമ്മാനുവേല്. ഇസ്ലാമിക ഭീകരവാദത്തിനും ഭ്രൂണഹത്യയ്ക്കും സ്വവർഗ ബന്ധങ്ങൾക്കും ദയാവധത്തിനും എതിരെയും യേശു ഏകരക്ഷകന് എന്ന വിശ്വാസ സത്യത്തെയും തുറന്നു പ്രഘോഷിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ ആഗോളതലത്തിൽ ശ്രദ്ധ നേടിയിരുന്നു. സിഡ്നിയിൽ നിന്ന് 30 കിലോമീറ്ററോളം അകലെയുള്ള വാക്ലയിലെ ക്രൈസ്റ്റ് ദ ഗുഡ് ഷെപ്പേർഡ് ദേവാലയത്തിലാണ് കുത്തിക്കുത്ത് നടന്നത്. മാരുമാരി ഇമ്മാനുവേലിനു ഉൾപ്പെടെ ഒട്ടേറെ പേർക്ക് കുത്തേറ്റതായാണ് റിപ്പോർട്ട്. ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് സൂചന. പള്ളിയിലെ തിരുക്കർമ്മങ്ങളുടെ തത്സമയ സംപ്രേഷണം ചെയ്യുന്നതിനാൽ സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തുവന്നിട്ടുണ്ട്. പ്രതിയെ അറസ്റ്റ് ചെയ്തുവെന്ന് പോലീസ് അറിയിച്ചു. 2 ദിവസം മുൻപാണ് സിഡ്നിയിലെ ഷോപ്പിംഗ് മാളിൽ കത്തിയാക്രമണം നടന്നത്. ഇതിന്റെ നടുക്കം മാറുമുമ്പെയാണ് സിഡ്നിയിലെ ക്രിസ്ത്യന് പള്ളിയിലും സമാനമായ ആക്രമണം അരങ്ങേറിയത്. ഷോപ്പിംഗ് മാളിൽ നടന്ന ആക്രമണത്തിൽ 6 പേരാണ് കുത്തേറ്റ് കൊല്ലപ്പെട്ടത്. 9 മാസം പ്രായമുള്ള കുഞ്ഞിനെ അടക്കം അക്രമി കുത്തിപ്പരിക്കേൽപ്പിച്ചിരുന്നു. For the sake of Christ, I will face death and not deny my faith. Because there will be times coming, people will be tested. They will come and say, deny your Jesus and we'll give you life. Which one are you going to choose? Life outside of Christ, or are you going to die for his sake? I'm not scaring you, but read history. So many people in the millions were killed for the sake of the Lord throughout the centuries. So blessed are those who die in the Lord from now on, because from now on is the great tribulation which is coming.